അപ്പോൾ പത്രവാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ VS സനോജ് ആണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. VS സനോജ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് സേതു. ഓജസ്സും തേജസ്സും ഒന്നും ഇല്ലല്ലോ VS സനോജേ? അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ അല്ലേ? മഴയൊക്കെ ഉണ്ടോ നാട്ടിൽ? പിന്നെ നല്ല മഴയാണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് പത്രവിശേഷങ്ങൾ കൂടി നോക്കാം. അതെ അതെ, തീർച്ചയായിട്ടും. നമുക്കറിയാവുന്നതുപോലെ തന്നെയാണ് NIA എന്താണ് ഇതിനകത്തേക്ക് NIA കോടതി എങ്ങനെയാണ് കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് പോവുക എന്നുള്ളൊരു ആശങ്ക, അല്ലെങ്കിൽ അത് സംബന്ധിച്ച വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നൊരു സമയത്തിൽ നിന്ന് ഇപ്പോൾ അമിത്ഷാ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നു. അതായത് NIA ഇക്കാര്യം എടുക്കില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതെല്ലാവരും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാള മനോരമയും മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളെല്ലാം തന്നെ ഇന്ന് അതെങ്ങനെ ഏത് തരത്തിലേക്ക് അതിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പറയുന്നു. NIA ഇടപെടില്ല എന്ന് മലയാള മനോരമ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിൻ്റെ കാര്യത്തിൽ അനുകൂല നിലപാടുമായി അമിത്ഷാ എന്ന് പറയുന്നു. ഈ വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ ദീപിക അടക്കമുള്ള പത്രങ്ങളെല്ലാം ഇതിൽ വലിയ പ്രതീക്ഷ ഇന്ന് വെച്ച് പുലർത്തുന്നു. പക്ഷേ എപ്പോഴാണിത് പരിഗണിക്കുക എന്ന് സംബന്ധിച്ചൊരു തീർച്ച വന്നിട്ടില്ല. അതേസമയം കോടതിയിൽ ഇക്കാര്യത്തെ ജാമ്യ അപേക്ഷയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുമെന്ന് ബജ്രംഗദളിൻ്റെ നേതാക്കൾ ഉറപ്പിച്ച് പറയുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഏതായാലും BJP ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കേരള ഘടകവും ഛത്തീസ്ഗഡ് ഘടകവും പോയി. അപ്പോൾ അതുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ട്രെമറുണ്ട്. മറ്റൊന്ന്, ക്രിസ്ത്യൻ വോട്ടുകളെ അത് ബാധിക്കും കേരളത്തിൽ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കടുത്ത നിലപാടിലേക്ക് ഏതായാലും കേന്ദ്രം പോവില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് NIA വിഷയത്തിൽ അമിത്ഷാ എടുത്ത നിലപാടിനെ നമുക്ക് കാണേണ്ടി വരും. ഏതായാലും അതുതന്നെയാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട വാർത്ത. അതിൻ്റെ ഉൾപേജുകളിലേക്കും അടക്കം ഇതുമായി ബന്ധപ്പെട്ട നീതി എന്താണ്, അതിനകത്തെ നീതി വിട്ട് എന്ന് മലയാള മനോരമ പറയുന്നു. ഒപ്പം ഇന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ ആദ്യം നൽകിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അത് വ്യാജമൊഴിക്കായിട്ട് ഭീഷണിയും സമ്മർദ്ദവും ഉണ്ട് എന്ന് ഈ കന്യാസ്ത്രീകളുടെ ഒപ്പമുണ്ടായിരുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയും ആ സ്ത്രീയും പറയുന്ന വിഷ്വൽ ഇന്നലെ നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്നതാണ്. അത് നാഷണൽ മീഡിയയിൽ വന്നിരുന്നതാണ്. അത് ഇന്ന് ഒന്നാം പേജിൽ മലയാള മനോരമ നൽകിയിരിക്കുന്നു. യുവതികളിൽ ഒരാൾ പറയുന്നു വ്യാജമൊഴിക്കായി ഭീഷണി, സമ്മർദ്ദം എന്ന്. ഈ വാർത്ത ഇത് ക്ലബ് ചെയ്തുകൊണ്ടുള്ളൊരു വാർത്തയാണ്. ഇത് തന്നെയാണ് മറ്റു പത്രങ്ങളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. മലയാള മനോരമയിൽ ഈ വാർത്തയും ഇതിൻ്റെ ഉൾപേജിൽ മറ്റു വാർത്തകളുമുണ്ട്. പക്ഷേ ഞാൻ ഈ ഒന്നാം പേജിൽ പറഞ്ഞ സ്ഥിതിക്ക് ഇത് മറ്റൊരു വാർത്ത കൂടെ ഒന്നാം പേജിലെ ഒരു പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. അത് ഇന്നലെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടി പറഞ്ഞ സ്കൂൾ അവധി ജൂൺ ജൂലൈ ആക്കണോ എന്നുള്ള ഒരു വാർത്തയാണ്. അത് ഇവിടുത്തെ മെയ് സത്യത്തിൽ ഏപ്രിൽ മെയ് സമയത്തുള്ള സ്കൂൾ അവധി എന്ന് പറയുന്നത് കടുത്ത ചൂടുമായി ബന്ധപ്പെട്ടും കൂടിയാണ്. അതേസമയം മഴക്കെടുതികൾ കൂടി വരികയാണ് ഓരോ സമയം. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ വലിയ രീതിയിൽ മഴക്കെടുതി കൂടി വരുന്നു. അപ്പോൾ ജൂൺ ജൂലൈയിലേക്ക് അവധി മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച മുന്നോട്ട് വെച്ചിരിക്കുന്നു മന്ത്രി. അത് വ്യക്തിപരമായ ഒരു ആലോചനയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഔദ്യോഗികമല്ല. പക്ഷേ അത് KST അടക്കം അതിന് നിലപാടുകൾ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു. ആ വാർത്തയും ഇന്ന് ഒന്നാം പേജിൽ ഇടം നേടിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഒപ്പം നമുക്ക് ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് വന്നത് മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആ വാർത്തയാണ് മാതൃഭൂമി ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കുറ്റവിമുക്തർ എന്ന് മാലേഗാവ് സ്ഫോടന കേസ് പ്രതികൾ, ആ കേസ് അതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നു. 37 പേർ കൂറുമാറി. ഈ പ്രജ്ഞാ സിംഗ് ഉൾപ്പെടെ 7 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. വിചാരണയ്ക്ക് മുമ്പ് മരിച്ചത് 30ഓളം സാക്ഷികൾ. അങ്ങനെ വളരെ വളരെ വിശദമായി തന്നെ ആ വാർത്ത നൽകിയിരിക്കുന്നു. ഈ വാർത്ത, ഇതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഈ കേസിൻ്റെ പശ്ചാത്തലം, ഇതെല്ലാം തന്നെ ഉൾപേജുകളിലും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഇത് വളരെ സ്തോഭജനകമായ വാർത്ത എന്നുള്ളത്, കോളിളക്കം സൃഷ്ടിച്ച വാർത്ത എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് ഉൾപ്പിരിവുകളുള്ള വലിയ രീതിയിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺ ഉണ്ടായിട്ടുള്ളൊരു വാർത്ത എന്ന തരത്തിലേക്ക് കൂടെ ഈ സംഭവത്തെ കാണേണ്ടി വരും. നമുക്കറിയാവുന്നതുപോലെ മലേഗാവിലെ ഈ സ്ഫോടനം നടന്നതിന് ശേഷം മുസ്ലിം സംഘടനകളെയാണ് ആദ്യം പോലീസ് ഫോക്കസ് ചെയ്തത്. പിന്നീടാണ് മുംബൈ ഭീകരവിരുദ്ധ സ്ക്വാഡ്, അതായത് ഹേമന്ത് കർക്കറെ എന്ന് പറയുന്ന പിന്നീട് മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വളരെ പ്രസിദ്ധനായ പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച സമയത്താണ് ഇതിൽ
അഭിനവ് ഭാരത് എന്ന് പറയുന്ന ഒരു തീവ്ര ഹിന്ദു സംഘടനയാണ് ഇത് പ്ലോട്ട് ചെയ്തത് എന്നുള്ള കാര്യം വരുന്നത്. ഇത് പിന്നീട് അതിൽ പ്രതി ചേർക്കപ്പെട്ടവരും ആരോപണ വിധേയരെല്ലാം പല സമയത്ത് അവർ അക്യൂറ്റ് ചെയ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. ഏതായാലും നിലവിൽ BJPയുടെ മുൻ MP ആയിട്ടുള്ള സാധ്വി പ്രഗ്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രജ്ഞ സിംഗ് ഠാക്കൂർ എന്ന് പറയുന്ന അവരടക്കം ഏതായാലും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇതിന് വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഒപ്പം ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയാവുന്നത് ഡോക്ടർ ഹാരിസിൻ്റെ കാരണം കാണിക്കൽ വാർത്തയാണ്. ഡോക്ടർ ഹാരിസ് നമുക്കറിയാവുന്നതുപോലെ ഈ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ഒരു പ്രശ്നം ഉന്നയിക്കുകയും ആ പ്രശ്നത്തെ തുടർന്ന് ഇത് അദ്ദേഹത്തിന് നേരെ ഷോക്കോസ് നോട്ടീസ് അയക്കുന്ന രീതിയിലേക്ക് ഈ വിഷയം മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ വാർത്തയ്ക്ക് ഇതിൻ്റെ ഒരു അനുബന്ധം എന്ന് പറയുന്നത്, ഈ വാർത്തയെ ചില പത്രങ്ങൾ വലിയ രീതിയിൽ തന്നെ നൽകിയിരിക്കുന്നു, വലിയ വിമർശനത്തോടുകൂടെ നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് മംഗളം പത്രം 1-ാം പേജിൽ ഓപ്പറേഷൻ ഷോക്കോസ് എന്നാണ് നൽകിയിരിക്കുന്നത്. അതായത് സിസ്റ്റത്തിലെ പോരായ്മ ചൂണ്ടിക്കാണിച്ച ഡോക്ടർ ഹാരിസിന് സർക്കാരിൻ്റെ നോട്ടീസ് എന്നാണ് അവരുടെ തലക്കെട്ട്. മംഗളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് തലക്കെട്ട് തന്നെ അതാണ്. ഈ ഒരു സിസ്റ്റത്തിൽ പ്രശ്നമുണ്ട് എന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സർജനോ ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാൾക്ക് നോട്ടീസ് കൊടുക്കുന്ന രീതി ശരിയാണോ എന്നുള്ള ഒരർത്ഥം ധ്വനിപ്പിക്കുന്നതാണ് ഏതായാലും മംഗളത്തിൻ്റെ തലക്കെട്ട്. മറ്റു വാർത്തകളിലേക്ക് ഞാൻ ഇതിൻ്റെ തന്നെ ഉൾപേജ് വാർത്തകളിലേക്ക് വരുന്നതിന് മുമ്പ് ഹിന്ദുവിൻ്റെ, അതായത് ഇന്നലെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്ത ഈ പറഞ്ഞ പോലെ കന്യാസ്ത്രീയുടെ അറസ്റ്റ് കേരളത്തെ സംബന്ധിച്ച് വലിയ വിഷയമാണ്. പക്ഷേ ദേശീയ തലത്തിൽ വലിയ രീതിയിൽ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ട്രംപ്, അതായത് ടാരിഫുമായി ബന്ധപ്പെട്ടാണ്. US-ൻ്റെ ഇവിടെ നിന്നുള്ള ഇമ്പോർട്ടിൻ്റെ ടാരിഫുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം. 25% നികുതി, ഒപ്പം റഷ്യയുമായിട്ടുള്ള വാണിജ്യ കരാറിനെ തുടർന്ന് പിഴ ചുമത്തുക എന്നുള്ളൊരു നിലപാടിലേക്ക് ട്രംപ് പോവുകയും ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള വലിയ ബന്ധത്തെക്കുറിച്ച് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഇന്ത്യയിൽ ട്രംപ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഡാമേജിംഗ് ആയിട്ടുള്ള ഒരു പ്രസ്താവന കൂടെ നടത്തിയിരിക്കുന്നു. അതൊരു ഡെഡ് ഇക്കണോമി എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന ട്രംപ് നടത്തി. അതായത് റഷ്യയും ഇന്ത്യയും എല്ലാം ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണ്, അതുകൊണ്ട് അവർ തമ്മിലുള്ള ബന്ധത്തെ പരിഹസിക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രസ്താവന. ഈ പ്രസ്താവന വലിയ രീതിയിലുള്ള ഒരു ട്രെമർ ഏതായാലും കേന്ദ്രത്തിലും അല്ലെങ്കിൽ പ്രത്യേകിച്ചും ലോകരാഷ്ട്രീയത്തിലും ഇന്ത്യയെ ഉറ്റുനോക്കുന്നവരെ സംബന്ധിച്ചും ഉണ്ട്. അത് ഈ കാര്യത്തിൽ ഉള്ള നിലപാടിനെ സംബന്ധിച്ച് ഹിന്ദു വളരെ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഒപ്പം ഇതിനെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന, രാഹുൽ ഗാന്ധി ഇതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു രസകരമായ പ്രസ്താവന നടത്തിയത്, എല്ലാ കാര്യത്തിലും ട്രംപ് പറയുന്നത് ശരിവെക്കുന്ന ഒരു നിലപാട് കേന്ദ്രത്തിൽ നേരത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ട്രംപിൻ്റെ നിലപാടിനോടുള്ള എന്താണ് പ്രതികരണം എന്ന് രാഹുൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ മാധ്യമങ്ങളെ കണ്ട സമയത്ത്. ഏതായാലും ഇത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒരു വാർത്തയാണ്. ആ വാർത്തയെ സംബന്ധിച്ചുള്ള കേന്ദ്രത്തിൻ്റെ നിലപാട്, അതിനെ തള്ളുന്ന പീയൂഷ് ഗോയലിൻ്റെ പ്രസ്താവന അടക്കമാണ് ഇന്ന് ഹിന്ദു 1-ാം പേജിൽ നൽകിയിരിക്കുന്നത്. ഉൾപേജുകളിലേക്ക് പോയാൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പട്ടികയുടെ പുതുക്കൽ സംബന്ധിച്ച്, അതായത് ബീഹാർ ഇലക്ടറൽ റോൾ റിവിഷൻ സംബന്ധിച്ച് ഇന്ത്യ ബ്ലോക്കിൻ്റെ പ്രൊട്ടസ്റ്റിനെ കുറിച്ചുള്ള വാർത്ത. അതുപോലെ തന്നെ ഇത് രാജ്യസഭയിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു, ഇതിനകത്ത് വളരെ കൃത്യമായി തന്നെയുള്ള ഒരു വിലയിരുത്തൽ ഞങ്ങൾ നടത്തിയിട്ട് ഉള്ള റിവിഷനാണ് നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. ഈ ഡ്രാഫ്റ്റ് ഏതായാലും ഇന്ന് പബ്ലിഷ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിലുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ അതിശക്തമായിട്ടുള്ള വിമർശനം അടക്കം ഏതായാലും ഹിന്ദു പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നുവെന്ന് പറയേണ്ടി വരും. ഒപ്പം നമുക്കറിയാവുന്നതുപോലെ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതികരണങ്ങളിലേക്ക് ഇനി വരും ദിവസങ്ങളിൽ പോകുമെന്ന് നമുക്കറിയാം. അത് ഏത് തരത്തിലാണ് കേന്ദ്രത്തിൻ്റെ വിദേശ നയത്തെ ബാധിക്കുക എന്നത് കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. മലയാള മനോരമയുടെ ബാക്കിൽ നിന്ന് മറയ്ക്കുന്ന പത്രങ്ങൾ, അതായത് നമ്മൾ പലപ്പോഴും പത്രം എടുക്കുമ്പം പുറകിൽ നിന്ന് മറയ്ക്കുന്ന ശീലം എനിക്കടക്കമുണ്ട്. അതായത് സ്പോർട്സിൽ എന്ത് സംഭവിച്ചെന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട 2 വാർത്തകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീം പരിശീലകനെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. അതിൽ 3-ൽ 1 എന്ന് മലയാള മനോരമ നൽകിയിരിക്കുന്നു. ഖാലിദ് ജമീലും ഒപ്പം സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ
അതുപോലെ തന്നെ സ്റ്റെഫാൻ തർക്കോവിച്ചുമാണ്. അതിൽ സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ നേരത്തെ ഇവിടെ കോച്ചായിരുന്ന ആളാണ്. പണ്ട് IM വിജയനെ കുറിച്ചൊക്കെ വളരെ രസകരമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ അഭിനന്ദിച്ചുള്ള കമൻറ്റുകൾ പണ്ട് 2000 സമയത്ത് 2000 ആ പീരീഡിൽ അദ്ദേഹം കോച്ചായിരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോച്ച്. ഏതായാലും ഖാലിദ് ജമീൽ ISLലൂടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കോച്ച് കൂടെയാണ്. ഒപ്പം ഈ ഓവൽ ടെസ്റ്റിലെ 1-ാം ദിനത്തെ സംബന്ധിക്കുന്ന വാർത്തകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മലേഗാവ് സ്ഫോടനത്തിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വാർത്ത എന്ന് പറയാം ധർമ്മസ്ഥലയും വലിയ പ്രാധാന്യത്തിൽ മാതൃഭൂമി അടക്കം എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ 15 അസ്ഥിഭാഗങ്ങൾ കണ്ടെടുത്തു എന്ന് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട് ഉൾപേജിൽ. ഇത് ഒരു വെളിപ്പെടുത്തലുണ്ടാവുന്നു, ധാരാളം പേരെ കുഴിച്ചിട്ടെന്ന് പറയുന്നു. അതിൽ പല സ്ഥലത്ത് പരിശോധന നടത്തുന്നു, കാര്യമായ തെളിവുകൾ ലഭിക്കുന്നില്ല. ഒപ്പം അതിൽ ഒരു വലിയ രീതിയിലുള്ളൊരു ആശങ്ക വരുന്നു. അത് വെറുതെ ഒരു സ്പെക്കുലേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള ഒരു ആരോപണമാണെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അതിൻ്റെ അടുത്ത സ്പോട്ടിലേക്കുള്ള പരിശോധനയിൽ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങൾ കിട്ടിയിരിക്കുന്നു. കൂടുതൽ അവിടെ പരിശോധനകൾ നടക്കും. അവിടെ പ്രത്യേക അന്വേഷണ തലവൻ മാറുമെന്നുള്ള അഭ്യൂഹമുണ്ട്. അത് സംബന്ധിച്ച് അവർ പറയുന്നുണ്ട്. ഒപ്പം ഇക്കാര്യത്തിൽ വളരെ ശക്തമായ അന്വേഷണം മുന്നോട്ട് പോകും എന്ന് സർക്കാരും അറിയിക്കുന്നു. മാതൃഭൂമിയുടെ ഉൾപേജിൽ വേറെ ഒരു വാർത്തയുള്ളത് ഈ മദ്യക്കുപ്പികൾ തിരിച്ചെടുക്കും എന്നൊരു വാർത്ത കൊടുത്തിരിക്കുന്നു. അത് ഇന്നലെ എക്സൈസ് മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം പറഞ്ഞ ഒരു വാർത്ത എന്ന് തന്നെ പറയാൻ പറ്റും. സേതു, ഒപ്പം ശരി. യെസ്, ഓക്കെ, ശരി.